വനവിസ്തൃതി കൊണ്ടും വിനോദസഞ്ചാര സാധ്യതകൾ കൊണ്ടും ശ്രദ്ധേയമായ കോന്നി നിയോജകമണ്ഡലത്തിൽ ഇത്തവണയും ആവേശകരമായ പോരാട്ടമാണ്. സിറ്റിംഗ് MLA KU ജനീഷ് കുമാറിലൂടെ LDF ആധിപത്യം തുടരാനും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ സതീഷ് കൊച്ചുപറമ്പിലൂടെ UDFും ശ്രമിക്കുമ്പോൾ BDJSലൂടെ കരുത്തുകാട്ടാൻ NDAയും രംഗത്തുണ്ട്. മലയോര കർഷകരുടെ കണ്ണീരും വികസന നേട്ടങ്ങളും ചർച്ചയാകുന്ന കോന്നിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കണ്ട് തിരിച്ചുവരാം. ജില്ലയിൽ വലിപ്പം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന മണ്ഡലം, പച്ചപ്പും വനമേഖലയും നിറഞ്ഞ കോന്നി ഇത്തവണ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചൂടിലാണ്. ആനക്കൂടും അടവിയും ഗവിയും ടൂറിസം ഭൂപടത്തിൽ കോന്നിയെ അടയാളപ്പെടുത്തുമ്പോൾ മറുവശത്ത് കാർഷിക പ്രതിസന്ധികൾ വോട്ടർമാരുടെ പ്രധാന ചർച്ചാ വിഷയമാണ്. റബ്ബറിന്റെ വിലയിടിവിനേക്കാൾ കർഷകരെ ഭയപ്പെടുത്തുന്നത് വന്യമൃഗശല്യമാണ്. കല്ലേലി, ചെങ്ങറ, തണ്ണിത്തോട്, സീതത്തോട് എന്നിവിടങ്ങളിലെ ജനവാസ മേഖലയിൽ കാട്ടാനയും കടുവയും പുലിയും സൃഷ്ടിക്കുന്ന ഭീതി വോട്ടായി മാറുമോ എന്ന ആശങ്കയിലാണ് മുന്നണികൾ. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മലയോര സംരക്ഷണം ഇവിടെ നിർണായക വിഷയമാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന്റെ പ്രചാരണം. ഭരണപക്ഷ MLA എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് സജ്ജമാക്കിയതും വിവിധ പാതകളുടെ വികസനവും നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളും ജനീഷ് കുമാറിന് ആത്മവിശ്വാസം നൽകുന്നു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത മണ്ഡലം കൈവിടാതിരിക്കാൻ LDF സജീവമാണ്. എന്നാൽ അടൂർ പ്രകാശ് എന്ന കരുത്തനായ നേതാവിലൂടെ 1996 മുതൽ കോന്നി അനുഭവിച്ച വികസന വസന്തം ഓർമ്മിപ്പിച്ചാണ് UDFന്റെ നീക്കം. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഭരണവിരുദ്ധ വികാരവും കർഷക പ്രശ്നങ്ങളും തങ്ങൾക്ക് തുണയാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണകളിൽ K സുരേന്ദ്രനിലൂടെ 30,000-ലേറെ വോട്ടുകൾ സമാഹരിച്ച NDA ഇത്തവണ BDJSലെ TP സുന്ദരേശനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. NDA പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പ്. വികസനവും അതിജീവനവും നേർക്കുനേർ നിൽക്കുന്ന കോന്നിയിൽ ഇത്തവണ ആര് കരുത്തു കാട്ടും? കാത്തിരുന്നു കാണാം. അമൃത ന്യൂസ്, പത്തനംതിട്ട.